ചന്ദ്രിക ദിനപത്രം 2025 നവംബർ 11 ചൊവ്വ. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം എഴുതുന്നു. തദ്ദേശ അംഗത്തിൻ്റെ സന്ദേശം. കേരളം നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. സവിശേഷമായൊരു സാഹചര്യത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനെന്ന പേരിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച SIR നടപ്പാക്കുന്നതും ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ്. ഒന്നുകിൽ SIRO അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പോ മാറ്റിവെക്കണമെന്ന് BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏകസ്വരത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടും അത് ഗൗനിക്കാൻ തയ്യാറായിട്ടില്ല. ഒരു പൗരൻ്റെ അടിസ്ഥാന അവകാശമായ വോട്ടർ പട്ടികയിലെ പേര് പോലും അനിശ്ചിതത്വത്തിലായ ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം ഏറെ ഗൗരവമുള്ളതാണ്. നിയമസഭയിലേക്കും ലോക്സഭയിലേക്കുമുള്ള വോട്ടർ പട്ടിക പരിഷ്കരണം ഈ സമയത്ത് നടത്തേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രവർത്തകരും തെരഞ്ഞെടുപ്പ് തിരക്കിലാകുന്ന നേരം തന്നെ SIRന് വേണ്ടി തിരഞ്ഞെടുത്തത് യാദൃശ്ചികമാണെന്ന് കരുതാൻ വയ്യ. ഏറെ ഗൗരവത്തോടെയാണ് മുസ്ലിം ലീഗും ഐക്യജനാധിപത്യ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. ഒരു വശത്ത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന പിടിവാശിയുടെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും രാഷ്ട്രീയം, മറുവശത്ത് കേരളം ഭരിക്കുന്ന LDF സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ. ഈ രണ്ട് വെല്ലുവിളികളെയും പൗരബോധത്തോടെ നേരിടാനുള്ള അവസരമാണ് ജനാധിപത്യവാദികൾക്ക് കൈവന്നിരിക്കുന്നത്. കേരളം ഏറെ അഭിമാനത്തോടെ കണ്ടിരുന്ന അധികാര വികേന്ദ്രീകരണമെന്ന ആശയത്തെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകാലമായി കഴുത്ത് ഞെരിച്ച് ഇല്ലാതാക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചും അനുവദിച്ചത് തന്നെ തിരിച്ചുപിടിച്ചും വലിയ ദ്രോഹമാണ് ചെയ്തത്. പ്രാദേശിക സർക്കാരുകളായി പ്രവർത്തിക്കേണ്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാ അധികാരങ്ങളും സർക്കാർ പിടിച്ചെടുക്കുകയായിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബില്ല് മാറാൻ പോലും കഴിയാത്ത ദുരവസ്ഥയാണ് സംസ്ഥാനത്തുണ്ടായത്. ട്രഷറിയിൽ നിന്ന് പണം ചെലവഴിക്കാതിരിക്കാൻ വിചിത്രമായ നടപടികൾ സ്വീകരിച്ചു. കൃത്യമായി പണം കൊടുക്കാത്തതുകൊണ്ട് നിരവധി പ്രദേശങ്ങളിൽ പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന് വേണ്ടി സ്വതന്ത്ര ഏജൻസി വിവിധ സംസ്ഥാനങ്ങളിലെ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയുടെ നിലവിലുള്ള സാഹചര്യത്തെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ പല മേഖലകളിലും കേരളം പിറകിലാണ്. കർണാടകയെയാണ് മികച്ച പ്രകടനം നടത്തിയ സംസ്ഥാനമായി കണ്ടെത്തിയത്. കാര്യശേഷി വികസനത്തിൽ തെലങ്കാന ഒന്നാമതെത്തിയപ്പോൾ കേരളത്തിൻ്റെ സ്ഥാനം 12ആണ്. ധന വികേന്ദ്രീകരണം, ഉദ്യോഗസ്ഥ പുനർവിന്യാസം, അധികാര കൈമാറ്റം എന്നിവയിലും കേരളം പിന്നിലായി. പഞ്ചായത്ത് രാജ്, നഗരപാലികാ നിയമങ്ങളെ ദുർബലപ്പെടുത്തി അധികാര കേന്ദ്രീകരണത്തിലുള്ള ശ്രമം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. സർക്കാർ രൂപീകരിച്ച വിവിധ മിഷനുകളുടെ പ്രവർത്തനം തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം തകരുന്ന രീതിയിലാക്കി. 70% ഫണ്ടും ഏതെല്ലാം മേഖലയിൽ ചെലവഴിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിക്കുന്നു, ഏതെല്ലാം പദ്ധതികൾ ഏറ്റെടുക്കണമെന്നും സർക്കാർ നിർദ്ദേശിക്കുന്നു. അതോടെ പ്രാദേശിക ആസൂത്രണവും ഗ്രാമസഭകളും പ്രഹസനമായി. എല്ലാം സർക്കാർ തീരുമാനിച്ചാൽ പിന്നെ എന്തിനാണ് ഗ്രാമസഭകൾ? ഭവന പദ്ധതി ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം, ബാറുകൾക്ക് അനുമതി നൽകാനുള്ള അധികാരം, അതിദരിദ്ര പട്ടിക തയ്യാറാക്കാനുള്ള അധികാരങ്ങളെല്ലാം ഗ്രാമസഭകൾക്ക് നഷ്ടമായി. തദ്ദേശ സ്ഥാപന അനുമതിയില്ലാതെ സംരംഭം ആരംഭിക്കാനുള്ള അവസരം വ്യവസായ വകുപ്പ് ഒരുക്കി. ഭരണസമിതിക്ക് മുകളിൽ സെക്രട്ടറിക്ക് അധികാരം നൽകുന്ന പല ഉത്തരവുകളും പുറത്തു വന്നു. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലാണ് തദ്ദേശ സ്ഥാപനങ്ങളെ അരുകുവൽക്കരിച്ചത്. UDF സർക്കാർ സംസ്ഥാന ബജറ്റ് വിഹിതത്തിൽ 23.74% തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറിയിരുന്നത്. എന്നാൽ 2016 മുതൽ 2024 വരെയുള്ള കാലയളവിൽ അത് 17.94% കുറഞ്ഞു. 2016 വരെ ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന മുഴുവൻ തുകയും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചിരുന്നു. സാമ്പത്തിക വർഷം ചെലവഴിക്കാൻ കഴിയാത്ത തുക പൂർണ്ണമായും അടുത്ത വർഷം അനുവദിച്ചിരുന്നു. ഓരോ വർഷവും ഓരോ തദ്ദേശ സ്ഥാപനത്തിനുമുള്ള വിഹിതത്തിൽ 10% വർധനവും വരുത്തിയിരുന്നു. എന്നാൽ LDF സർക്കാർ വർധനവിന് പകരം തുക വെട്ടിക്കുറക്കുകയാണ് ചെയ്തത്. മാർച്ച് 31 മുൻപായി ചെലവഴിക്കാത്ത തുക അടുത്ത വർഷം അനുവദിക്കുന്ന സ്ഥിതിയും ഇല്ലാതായി. പ്രാദേശിക സർക്കാരുകളാണ് തദ്ദേശ സ്ഥാപനങ്ങളെന്ന അഭിമാനബോധത്തെ ഈ സർക്കാർ ഇല്ലാതാക്കി. സർക്കാർ നയങ്ങൾക്ക് മുൻപിൽ പലപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിസ്സഹായരായി നിൽക്കേണ്ടി വന്നു. LDF നടപ്പാക്കിയ ഈ ജനവിരുദ്ധ നയങ്ങളെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ ഇല്ലാതാക്കും. UDFന് ഇക്കാര്യത്തിൽ വ്യക്തമായ കൃത്യമായ വിഷനുണ്ട്. അത് ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന പ്രഖ്യാപനമാണ്. കവർന്നെടുത്ത അധികാരങ്ങളെല്ലാം തിരിച്ചു നൽകുമെന്ന വാക്കാണ്. പ്രാദേശിക ഭരണം സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശം തിരിച്ചു കിട്ടുക തന്നെ വേണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽക്കെത്തിയ നേരത്താണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്.
കേരളം ആഗ്രഹിക്കുന്ന സംസ്ഥാന ഭരണമാറ്റത്തിൻ്റെ മാറ്റൊലി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അനുഭവപ്പെടുക തന്നെ ചെയ്യും. തയ്യാറാക്കിയത് ധിഷണ അക്കാദമി ഇരുമ്പുഴി. ശബ്ദം KVA അസീസ് ചുങ്കത്തറ.